ഏയ് കല്ലു എവിടെ പോന്നെ? അതെ ഗൈസ്, നമ്മളിന്ന് ഗുളികൻ തെയ്യം കാണാൻ പോവുകയാണ്. എല്ലാ കൊല്ലവും ഇവിടെ ഗുളികൻ തെയ്യം കെട്ടാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ചെമ്പലൂർക്കാവും കഴിഞ്ഞ് അങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന ഈ ഒരു കാഞ്ഞിര മരത്തിൻ്റെ താഴെയാണ് ഗുളികൻ തെയ്യം ഉണ്ടാവാറ്. നല്ലൊരു ഫീലാണ് ഗൈസ് നമുക്ക് പോകുമ്പോൾ. ഇനി ആരാണ് ഗുളികൻ തെയ്യം എന്നല്ലേ? ഉത്തര കേരളത്തിലെ തെയ്യം കലാരൂപങ്ങളിൽ അതീവ രൗദ്രഭാവമുള്ള ദേവനാണ് ഗുളികൻ. പരമശിവൻ തൻ്റെ ഇടതു തൃക്കാൽ പിളർന്നു സൃഷ്ടിച്ച മരണം നടപ്പാക്കുവാനും യമധർമ്മന്റെ അംശവുമായ ദേവനായി ഗുളികനെ കണക്കാക്കുന്നു. ആയുസ്സും ആരോഗ്യവും നൽകുവാനായും ദുരിതങ്ങൾ അകറ്റുവാനായും ഭക്തർ ദേവനെ ആരാധിക്കുന്നു. പണ്ട് കാലൻ അഥവാ യമൻ ഇല്ലാതായിരുന്നപ്പോൾ ഭൂമിയിലെ ജനസംഖ്യ കൂടിയപ്പോൾ പ്രപഞ്ച സന്തുലിതാവസ്ഥ നിലനിർത്താൻ പരമശിവൻ തൻ്റെ ഇടതു കാൽവിരലിൽ നിന്നും ഗുളികനെ സൃഷ്ടിച്ചു എന്നാണ് ഐതിഹ്യം. മരണം ഒഴിവാക്കാൻ ശ്രമിച്ച മനുഷ്യർക്ക് മരണഭീതി നൽകി വിധി നടപ്പാക്കാൻ ശിവൻ ഗുളികന് കാലപാശവും തൃശൂലവും നൽകി ഭൂമിയിലേക്ക് അയച്ചുവത്രേ. 101 ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാനമായും കാലഗുളികൻ, മന്ത്രഗുളികൻ, കരിങ്കുളികൻ തുടങ്ങിയ രൂപങ്ങളിൽ ദൈവത്തെ കെട്ടിയാടുന്നു. മലയർ, പുലയർ, മാവിലർ, നലിക്കത്തായ എന്നീ സമുദായക്കാരാണ് ഗുളികൻ തെയ്യം പ്രധാനമായി കെട്ടിയാടുന്നത്. ഉച്ച, സന്ധ്യ, പാതിരാത്രി എന്നിങ്ങനെയുള്ള സന്ധ്യകളിൽ സഞ്ചരിക്കുന്നവരാണ് ഗുളികൻ. കരിങ്കലശവും കോഴിയറവും ഈ ദൈവത്തിൻ്റെ പ്രധാന അനുഷ്ഠാനങ്ങളാണ്. മരണങ്ങളുടെ കാരണഭൂതനായി കണക്കാക്കപ്പെടുന്ന ഗുളികൻ ഭക്തർക്ക് ദോഷങ്ങൾ അകറ്റുന്ന കാവൽക്കാരൻ കൂടിയാണ്. ഗുളികദേവനെ പറ്റി പറയാൻ ഇനിയും ഏറെയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ദൈവം ഇവിടെ ഉറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഈ ഒരു കലാരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തെയ്യത്തിൻ്റെ ഒരു ചടങ്ങാണ് ഗൈസ്. ഈ സമയത്ത് നമുക്ക് തന്ന അരിയും കാര്യങ്ങളും ഈ പണ്ടുകാലത്ത് പൂക്കളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന് പകരം ഇപ്പോൾ നമ്മൾ അരി ഉപയോഗിക്കുന്നു. ഈ അരി എറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദേവനെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെയാണ് ചെയ്യുക. ഇവിടെയാണ് ഗുളികൻ ദൈവം താമസിക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഭക്തർ വിശ്വസിക്കുന്നത്. എത്രയൊക്കെ വിമർശിച്ചാലും പഴമയുടെ തനിമ നിലനിർത്തുന്നതിൽ തെയ്യങ്ങൾക്കും കലാരൂപങ്ങൾക്കും പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ഓടുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് കുറച്ച് സമാധാനവും സന്തോഷമൊക്കെ നൽകാൻ ഇത്തരം കലാരൂപങ്ങൾക്ക് അല്ലെങ്കിൽ തെയ്യങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറുപ്പകാലം മുതൽ കണ്ടുവന്ന ഇത്തരം ആചാരങ്ങളും തെയ്യങ്ങളും എനിക്കെന്നും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 10-ാം ഉദയം അഥവാ തുലാം 10-ന് ശേഷമാണ് ഇത്തരം തെയ്യങ്ങളും ചടങ്ങുകളും കണ്ടുവരുന്നത്. ഈ സമയങ്ങളിലെ കാറ്റിലെരിഞ്ഞ മഞ്ഞക്കുറിയുടെ മണവും തെയ്യത്തിൻ്റെ ചിലമ്പ് നാദവും ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവയാണ്. കുട്ടിക്കാലത്തിൻ്റെ നൊസ്റ്റവും പറയാനേറെ കഥകളും അവിടെ കൂടി വരുന്ന